വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. നമ്മളിന്ന് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ കുറച്ച് ടോപ്പിക്സ് ആണ് പഠിക്കുന്നത്. നമ്മളിത് മെയിൻ ആയിട്ടും കവർ ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണെന്നുള്ളതാണ്. അപ്പം കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ. അതിനകത്ത് ഒരുവിധം എല്ലാ കമ്മ്യൂണിക്കേഷനും നമുക്ക് പഠിക്കാനുണ്ട്. അനലോഗ് ആയാലും ഡിജിറ്റൽ ആയാലും നമുക്ക് രണ്ടും അത്യാവശ്യം പഠിക്കാനുണ്ട്. അപ്പൊ അതില് നമ്മൾ ഇന്ന് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന്റെ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം എന്താണെന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ അപ്പൊ പല ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഏതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നോക്കിയാലും നമുക്ക് അവിടെ ഒരു ട്രാൻസ്മിറ്റർ സെക്ഷൻ കാണാം, ദെൻ അതുപോലെ തന്നെ ഒരു റിസീവർ സെക്ഷനും കാണാം, ദെൻ അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു ചാനലും കാണാം. അപ്പൊ ഇപ്പോൾ ഒരു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എടുക്കുവാണെങ്കിൽ അവിടുത്തെ ചാനൽ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ നമ്മളിപ്പോൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എടുക്കുവാണെങ്കിൽ അതിനകത്ത് സാറ്റലൈറ്റ്സ് ആയിരിക്കും അതിനകത്ത് ആ ഒരു മീഡിയം, കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് റേഡിയോ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അതിനകത്ത് AM വരും, FM വരും. അങ്ങനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ, ഇതൊക്കെ നമ്മൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആന്റിന യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ട്രാൻസ്മിറ്റർ സെക്ഷൻ കാണാം. അതുപോലെ റിസീവർ സെക്ഷനിൽ നമ്മൾ ആന്റിനാസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ പഠിക്കുന്ന ആന്റിനാസിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷനെ കുറിച്ച്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഓരോ ബ്ലോക്കുകൾ, ഈ ചാനലിൽ ഉണ്ടാകുന്ന നോയ്സുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു സിലബസ് തുടങ്ങുന്നത് തന്നെ അപ്പൊ നോയ്സ് എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്റെ സിലബസിൽ ആദ്യം നമ്മുടെ കുറച്ച് സിഗ്നൽസ് അല്ലെങ്കിൽ ബേസിക് എലമെന്ററി സിഗ്നൽസ് ഏതൊക്കെയാണ്, അതാണ് നിങ്ങളുടെ സിലബസിൽ ആദ്യം കൊടുത്തേക്കുന്നത്. ബേസിക് എലമെന്ററി സിഗ്നൽസ്, അതായത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ, റാം സിഗ്നൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. then അതിനുശേഷം കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുന്ന നോയ്സസ് ഏതൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോയ്സ്. അപ്പൊ കഴിഞ്ഞ തവണയും നോയ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ AM മോഡുലേഷനകത്ത് തന്നെ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ, SSB, അപ്പം അതിൽ നിന്നൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് ജസ്റ്റ് AM മോഡുലേഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഏതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണെങ്കിലും അവിടെ ഒരു ഇൻഫർമേഷൻ കാണും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് സിഗ്നൽ കാണും. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ആ ഒരു ട്രാൻസ്മിറ്റർ സൈഡിൽ വരുന്ന ആ ഒരു ഇൻപുട്ട് സോഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ മെസ്സേജ് സിഗ്നൽ ആണ്. മെസ്സേജ് സിഗ്നലിനെ നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ എന്ന് വിളിക്കാം. അപ്പൊ അതാണ് നമ്മൾ അവിടെ ആ സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ട്രാൻസ്മിറ്റർ സൈഡിലാണ് ഈ മോഡുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ മോഡുലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ മോഡുലേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കരിയർ സിഗ്നൽ വേണം. ആ കരിയർ സിഗ്നലിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡുലേഷൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആ കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനെ മോഡുലേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഫ്രീക്വൻസിയെ മോഡുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഫേസിനെ മോഡുലേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിമോഡുലേഷൻ അല്ലെങ്കിൽ ഡിറ്റക്ഷൻ, ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിസീവർ സൈഡിലും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മോഡുലേഷൻ സൈഡിൽ നമ്മൾ പഠിക്കുന്ന മോഡുലേഷൻസ് ആണ്, റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പഠിക്കുന്ന മോഡുലേഷൻസ് ആണ് AM, FM, അതേപോലെ ഫേസ് മോഡുലേഷൻ, ഇതൊക്കെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിമോഡുലേഷൻ, റിസീവർ സൈഡിൽ നമ്മളൊരു റിസീവറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ നിന്നും കഴിഞ്ഞ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പം ഇതൊക്കെയാണ് ജനറലി ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് വരുന്നത്. അപ്പോൾ ഇനി എന്താണ് മോഡുലേഷൻ? ഇപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മുടെ ആ ഒരു ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നലിനെ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലിനെ നമ്മളൊരു കരിയറുമായിട്ടാണ്, മെസ്സേജ് പ്ലസ് കാരിയർ, ശരിക്കും ഇതാണ് ആ പ്രോസസ് ഓഫ് മിക്സിങ് എ മെസ്സേജ് സിഗ്നൽ വിത്ത് കാരിയർ. ഇതിനെയാണ് ശരിക്കും മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് പറയാം. അപ്പം ശരിക്കും മിക്സിംഗ് ഓഫ് എ മെസ്സേജ് പ്ലസ് എ കാരിയർ, അതാണ് ശരിക്കും മോഡുലേഷൻ, അല്ലെങ്കിൽ ആ കിട്ടുന്ന സിഗ്നലിനെയാണ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. സോ മോഡുലേഷൻ ഈസ് ദ ബേസിക് റിക്വയർമെന്റ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ദ മെസ്സേജ് സിഗ്നൽ. സോ ആ ട്രാൻസ്മിറ്റർ സൈഡിൽ നടക്കുന്ന ഒരു മെയിൻ പ്രോസസ് ആണ് ഈ ഒരു മോഡുലേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ സിഗ്നൽ. അപ്പോൾ നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണ്. അതിനെ നമ്മളൊരു ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നലുമായിട്ട് നമ്മൾ മോഡുലേറ്റ് ചെയ്തിട്ടാണ് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ കിട്ടുന്ന ഔട്ട്പുട്ട് സിഗ്നൽ അല്ലെങ്കിൽ ആ മോഡുലേഷൻ ചെയ്ത് കിട്ടുന്ന സിഗ്നലിനെ നമ്മൾ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് വിളിക്കും. അപ്പൊ അത് AM ആവാം അല്ലെങ്കിൽ FM ആവാം. അപ്പൊ എന്ത്
ടൈപ്പ് ഓഫ് മോഡുലേഷൻ ആണോ അല്ലെങ്കിൽ കരിയറിൽ നമ്മൾ ചെയ്യുന്നത്, അത് വെച്ചിട്ടാണ് നമുക്ക് മോഡുലേറ്റഡ് സിഗ്നലിനെ കിട്ടുന്നത്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തിനു വേണ്ടിയാണ് മോഡുലേഷൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് പോയിന്റ് തന്നെയാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നത് ആ ഒരു സെക്ഷനിൽ നിന്നാണ്. റെഡ്യൂസ് ദ ആന്റിന ഹൈറ്റ്. മോഡുലേഷൻ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ മിനിമം ഹൈറ്റ് എത്ര ആണ്, ഇതൊക്കെ അതിനകത്ത് നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ മിനിമം ഹൈറ്റ് ചൂസൺ ഫോർ മോഡുലേഷൻ. അപ്പോൾ നമ്മളത് റെഡ്യൂസ് ദ ആന്റിന ഹൈറ്റ്, ഇതാണ് ഫസ്റ്റ് നീഡ്. മോഡുലേഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളതിന്റെ ഫസ്റ്റ് പർപ്പസ് ആണ് ടു റെഡ്യൂസ് ദ ആന്റിന ഹൈറ്റ്. ദെൻ ഇൻക്രീസ് റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദെൻ നമുക്ക് ഒരുപാട് സിഗ്നൽസിനെ നമുക്ക് ഒരേ സമയം മോഡുലേറ്റ് ചെയ്ത് ഇടാൻ പറ്റും. സോ അതാണ് മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ബാൻഡ്വിഡ്ത്ത്. ദെൻ അവോയ്ഡ് മിക്സിംഗ് ഓഫ് സിഗ്നൽസ്. ദെൻ ഇംപ്രൂവ്ഡ് റിസപ്ഷൻ ക്വാളിറ്റി. അപ്പം നോയ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്കൊരു നല്ല മോഡുലേറ്റഡ് സിഗ്നൽ ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യാൻ നമുക്ക് മോഡുലേഷൻ ആവശ്യമായിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ നാരോ ബാൻഡിങ് ഓഫ് സിഗ്നൽസ്. അപ്പം ഇങ്ങനെ കുറെ പർപ്പസ് നമ്മുടെ മോഡുലേഷന് വരുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് വൺ, മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു λ/4 ആയിരിക്കണം. λ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. ഇതാണ് ആ ഒരു ഹൈറ്റിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ എക്സാമ്പിൾസ് കാണിച്ചേക്കുവാണ്. ഇപ്പം ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഹൈറ്റ് ഓഫ് ദ ആന്റിന വിൽ ഡിക്രീസസ്. അപ്പൊ നമുക്ക് എച്ചും ലാംഡയും തമ്മിലുള്ള റിലേഷൻ ആണ്, ഹൈറ്റും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ ആണ്. അതിനെ നമ്മൾ ഫ്രീക്വൻസിയുടെ ടേംസിലും വേണമെങ്കിൽ പറയാം. സോ ഫ്രീക്വൻസി ഇൻക്രീസസ്, ഹൈറ്റ് ഓഫ് ദ ആന്റിന വിൽ ഡിക്രീസ്. അപ്പൊ അതാണ് അതിന്റെ പ്രൈമറി പർപ്പസ്. മോഡുലേഷൻ ചെയ്യുന്നതിന്റെ നീഡ് അത് തന്നെയാണ്. ദെൻ ഇനി നമുക്ക് മോഡുലേഷനെ കുറച്ചും കൂടെ വിശദമായിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പം ഓൾറെഡി പറഞ്ഞു മിക്സിംഗ് ഓഫ് മെസ്സേജ് സിഗ്നൽ വിത്ത് കരിയർ സിഗ്നൽ. അപ്പം നമുക്ക് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ആംപ്ലിറ്റ്യൂഡ്. ഒരു സിഗ്നലിന്റെ ഇപ്പൊ നമ്മളൊരു കരിയർ സിഗ്നൽ എടുക്കുവാണെങ്കിൽ ഞാനൊരു സൈൻ വേവോ അല്ലെങ്കിൽ ഒരു കൊസൈൻ വേവോ ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, എ സൈൻ ഒമേഗ CT + 5. സോ ഇവിടെ നമുക്ക് ഈ കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ്, ഇപ്പൊ ഞാൻ AC എന്ന് കൊടുക്കുവാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് അതല്ലെങ്കിൽ ഫ്രീക്വൻസി അതല്ലെങ്കിൽ ഫേസ്, ഇതിന് വേരിയേഷൻസ് വരുത്തി നമുക്ക് മെസ്സേജ് സിഗ്നലുമായിട്ട് മോഡുലേറ്റ് ചെയ്യിക്കാം. അപ്പം നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ആംപ്ലിറ്റ്യൂഡ്. ഒരെണ്ണം ആംപ്ലിറ്റ്യൂഡ്, രണ്ടാമത്തത് ഫ്രീക്വൻസി, ദെൻ ഫേസ് ഓഫ് ദ കരിയർ സിഗ്നൽ. നമുക്ക് കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫേസ് ചേഞ്ച് ചെയ്യാം ഇൻ അക്കോർഡൻസ് വിത്ത് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. അപ്പം അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ ഉദ്ദേശിക്കുന്നതാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ. അപ്പൊ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നതും മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പൊ നമുക്ക് അങ്ങനെയും പറയാം. അപ്പൊ നമ്മുടെ കരിയർ സിഗ്നലിന്റെ, അപ്പൊ അത് ഡിഫൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് അതല്ലെങ്കിൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫേസ് ഇത് ചേഞ്ച് ചെയ്യാം. അത് എന്തിനനുസരിച്ചാണ് ചേഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് മെസ്സേജ് സിഗ്നൽ. മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലിന്റെ വാല്യൂവിനനുസരിച്ച് നമുക്ക് കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ് ചേഞ്ച് ചെയ്യാം. ഇതിനെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനാണ് ചേഞ്ച് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയും. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമുക്ക് ഈ സെയിം ഡെഫിനിഷനിൽ നിന്നും പറയാം, ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കരിയർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. അതിനെയാണ് AM എന്ന് വിളിക്കുന്നത്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇനി FM എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ഫ്രീക്വൻസി ഓഫ് ദ കരിയർ സിഗ്നൽ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. അപ്പൊ നമ്മൾ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നത് കരിയർ സിഗ്നലിന്റെ ആ 3 പാരാമീറ്റേഴ്സ് ആണ്, ഒന്നുകിൽ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫേസ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ആ ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് മോഡുലേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഒന്ന് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പിന്നെ വരുന്നത് ആംഗിൾ മോഡുലേഷൻ എന്ന് പറയാം. ആംഗിൾ മോഡുലേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഫ്രീക്വൻസിയും ഫേസും വരും. സോ ഇൻഫർമേഷൻ ബെയറിംഗ് സിഗ്നലിനെയാണ് നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന മോഡുലേഷൻ ചെയ്ത് കിട്ടുന്ന സിഗ്നലിനെ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയും. നമ്മൾ ആ മോഡുലേറ്റിംഗ് സിഗ്നലിനെ കരിയർ സിഗ്നലുമായിട്ട്
ആണ് മോഡുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ മോഡുലേറ്റിംഗ് സിഗ്നൽ, കാരിയർ സിഗ്നൽ, മോഡുലേറ്റഡ് സിഗ്നൽ, ഇങ്ങനെ 3 ടേംസ് അതിനകത്ത് വരും. അതൊരോന്നും മനസ്സിലാക്കി വെക്കുക. ദെൻ നമുക്കറിയാം മോഡുലേഷൻ ഇപ്പം റേഡിയോ കമ്മ്യൂണിക്കേഷന്റെ കേസിലാണെങ്കിലും അല്ലാതെ പറയുവാണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ മോഡുലേഷൻ എന്ന് പറയുന്ന പല കേസസിൽ വരുന്നുണ്ട്. അപ്പൊ അതില് നമുക്ക് മോഡുലേഷനെ ജനറൽ ആയിട്ട് 2 ക്ലാസ്സിഫൈ. ഒന്ന് കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ, നമ്മളിപ്പോ പറഞ്ഞ AM, FM, PM എന്നൊക്കെ പറയുന്നത് ഒരു കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ ആണ്. അവിടെ കാരിയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂഷ്വലി ഒരു സൈൻ വേവ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൊസൈൻ വേവ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ ആണ് AM, FM, അതുപോലെ ഫേസ് മോഡുലേഷൻ, ഫ്രീക്വൻസി ഫേസ് മോഡുലേഷൻസ്. ഇതിന് നമ്മൾ കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ എന്ന് പറയും. ഇനി പൾസ് മോഡുലേഷൻസ് വരുന്നുണ്ട്, അത് പഠിക്കാനുണ്ട്. അവിടെ കാരിയർ എന്ന് പറയുന്നത് ഈസ് പൾസ് ടൈപ്പ്. സോ അങ്ങനെ മോഡുലേഷൻ ഇങ്ങനെ 2ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഓവറോൾ നമുക്ക് മോഡുലേഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഇതാണ്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ മോഡുലേഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ PAM ആയാലും PWM ആയാലും PPM ആയാലും ഇതെല്ലാം നമുക്ക് ഇവിടെ സിലബസിൽ കവർ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മോഡുലേഷൻ, പൾസ് മോഡുലേഷൻ, ഇവിടെ തന്നെ സാമ്പിളിംഗ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അത് നമ്മൾ ഡിജിറ്റൽ മോഡുലേഷന്റെ പൾസ് മോഡുലേഷൻ പഠിക്കുന്നതിന് നമുക്ക് പഠിക്കേണ്ടതാണ് സാമ്പിളിംഗ് തിയറം. സാമ്പിളിംഗ് എന്താണ്, എൻകോഡിംഗ് എന്താണ്, ക്വാണ്ടൈസേഷൻ എന്താണ്, ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നും ഒരു ചോദ്യം നമുക്ക് എപ്പോഴും എക്സാമിന് വരുന്നതാണ്. PCM അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് PCM. അപ്പോൾ അതേപോലെ തന്നെ PAM, PWM, PPM ഈ ഒരു സെക്ഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ PC വളരെ ഡെപ്തിൽ അതിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം. ചെറിയൊരു ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ PCM-നകത്ത് വരുന്നുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെക്ഷൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ. അപ്പം ഈ ഒരു കമ്മ്യൂണിക്കേഷനകത്ത് വരുന്ന ഈ മോഡുലേഷൻസ് എല്ലാം നമ്മൾ നമ്മുടെ സിലബസിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഫ്രീക്വൻസി ഫേസ് ഒക്കെയാണ്. സോ ഇനി നമുക്ക് നമ്മുടെ ടൈപ്സ് ഓഫ് മോഡുലേഷനോട്ട് വരാം. നമ്മുടെ റേഡിയോ കമ്മ്യൂണിക്കേഷനിൽ നമ്മളിപ്പം പറഞ്ഞ കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ ആണ് നമ്മൾ ആദ്യം പറയുന്നത്. കണ്ടിന്യൂസ് വേവ് മോഡുലേഷനിൽ നമ്മൾ പഠിക്കുന്ന 3 ടൈപ്പ് ഓഫ് മോഡുലേഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ആൻഡ് ഫേസ് മോഡുലേഷൻസ് ആണ്. അവിടെ നമ്മൾ പറഞ്ഞ 3 പാരാമീറ്റേഴ്സ് നമുക്ക് ആ കാരിയറിൻ്റെ ചേഞ്ച് ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതിൽ ഫ്രീക്വൻസി ഫേസ് മോഡുലേഷനെയാണ് നമ്മൾ ജനറലി ആംഗിൾ മോഡുലേഷൻ എന്നും പറയും. അപ്പൊ നമ്മൾ കാരിയറായിട്ട് യൂസ് ചെയ്യുന്നത് യൂഷ്വലി ഒരു സൈൻ വേവ് ആണെന്ന് പറഞ്ഞു. കണ്ടിന്യൂസ് വേവ് മോഡുലേഷനിൽ അതാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ ഒമേഗ ഫ്രീക്വൻസി, 5 എന്ന് പറയുന്നത് അതിന്റെ ഫേസ് ആണ്. സോ ഈ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് വേവ് മോഡുലേഷനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ഫേസ് മോഡുലേഷൻ. ഇതിൽ തന്നെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ തന്നെ അതിന്റെ ജനറേഷൻ മെത്തേഡ്സ്, ഡിറ്റക്ഷൻ മെത്തേഡ്സ്, അതിന്റെ പവർ റിലേഷൻസ്, അങ്ങനെ ചെറിയ ചെറിയ ഇക്വേഷൻസ്. FM വരുമ്പോഴും അതുപോലെ തന്നെ മോഡുലേഷൻ ഇൻഡെക്സ് എന്താണ്, AM FM-ന്റെ കമ്പാരിസൺ, അതിന്റെ FM-ന്റെ ജനറേഷൻ മെത്തേഡ്സ്, അതിന്റെ കമ്പാരിസൺ, ജനറേഷൻ മെത്തേഡ്സിനകത്ത് തന്നെ കമ്പാരിസൺസ് വരും. മോഡുലേഷൻ ഇൻഡെക്സിനകത്ത് തന്നെ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരും. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പ്രോബ്ലംസ് വരും. ടോട്ടൽ പവർ, യൂസ്ഫുൾ പവർ, സൈഡ് ബാൻഡ് പവർ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ പഠിക്കാനുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ് ഈ ഒരു സിലബസിൽ വരുന്ന ടോപ്പിക്സ്. സോ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ എന്താണെന്നുള്ളത്. അതിനകത്തൊരു കാരിയർ സിഗ്നൽ കാണും, അതിന്റെ ആംപ്ലിറ്റ്യൂഡിനാണ് ചേഞ്ച് വരുത്തുന്നത്. ദെൻ അത് എന്തിനനുസരിച്ചാണ് വരുത്തുന്നത്, ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ. അപ്പൊ 2 സിഗ്നൽ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പോസ് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2 സിഗ്നലും. ഒന്ന് കാരിയർ സിഗ്നലിലെ നമ്മൾ ഫസ്റ്റ് സിഗ്നൽ FC വെച്ചിട്ടും കാരിയർ ഫ്രീക്വൻസി FM എന്ന് പറയുന്നത് മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ, അത് വെച്ചിട്ടുമാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഒരു AM വേവ് അല്ലെങ്കിൽ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ. അതൊരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണ്. നമുക്കിവിടെ കാണാം ആ ഒരു സൈൻ വേവ് എന്ന് പറയുന്നത് AM സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ AM കോസ് ഒമേഗ ടി, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സൈനിലോ കോസിലോ നമുക്കത് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ സൈനസോയിഡൽ മെസ്സേജ് സിഗ്നൽ ആണ്, ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണ്. ദെൻ നമ്മളിവിടെ ഒരു കാരിയർ സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ് അതിനെ മോഡുലേറ്റ് ചെയ്യുന്നത്. ആ കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി ഹൈ ആണ്, ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ ആണ് യൂസ് ചെയ്യുന്നത്.
നമ്മൾ പറഞ്ഞു ഈ കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനാണ് ചേഞ്ച് വരുത്തുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ മെസ്സേജ് സിഗ്നൽ. ഈ മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് കാണാം കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിന്റെ ഫ്രീക്വൻസിയും ഈ സിഗ്നലിന്റെ ഫ്രീക്വൻസിയും മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസിയും തമ്മിൽ സെയിം ആണ്. പക്ഷെ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് മാറുന്നുണ്ട്. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈ കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനാണ് ചേഞ്ച് വരുന്നത്. അപ്പം കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിന് ചേഞ്ച് വരുത്തി കിട്ടുന്ന ആ സിഗ്നലാണ് നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നൽ. പക്ഷെ ആ ആംപ്ലിറ്റ്യൂഡിന് ചേഞ്ച് വരുത്തുന്നത് നമ്മുടെ മെസ്സേജ് സിഗ്നലിനനുസരിച്ചാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗ്രാഫാണ്. അപ്പൊ ഇതാണ്, ഇത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. കാരണം ഇതിനകത്തുനിന്ന് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഇ മാക്സ് ഇ മിനിമം ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്ത് മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ കാരിയർ സിഗ്നൽ എന്ന് പറയുന്ന ഒരു ലോ ഹൈ ഫ്രീക്വൻസി സിഗ്നലും മെസ്സേജ് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നലുമാണ്. ദെൻ ഇവിടെ നമ്മുടെ പഠിക്കേണ്ട സെക്ഷൻ ഇവിടാണ് വരുന്നത്. അതായത് ഇതിന്റെ ജനറൽ എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കണം. 2-3 രീതിയിൽ ഇതിന്റെ എക്സ്പ്രഷൻസ് വരുന്നുണ്ട്. അപ്പം അതിന്റെ ജനറൽ എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കണം. കാരണം ഇതുപോലൊരു എക്സ്പ്രഷൻ തന്നിട്ട് നമുക്ക് അതിന്റെ കാരിയർ ഫ്രീക്വൻസി, മോഡുലേഷൻ ഇൻഡെക്സ്, അങ്ങനെ അതിന്റെ പവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ തന്നിട്ട് ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇതിന്റെ ജനറൽ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അത് പ്രോബ്ലംസ്, ചെറിയ ചെറിയ പ്രോബ്ലംസ് അത് നോക്കി എഴുതി ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഒരു ജനറൽ ഇക്വേഷൻ തന്നിട്ട് അതിനകത്തുനിന്ന് മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് സൈഡ് ബാൻഡ്സ് എന്താണ്, അപ്പർ സൈഡ് ബാൻഡ്, ലോവർ സൈഡ് ബാൻഡ്, അല്ലെങ്കിൽ അതിന്റെ പവർ എന്താണ്, ടോട്ടൽ പവർ എന്താണ്, മോഡുലേഷൻ ഇൻഡെക്സ് എന്താണ്, ഇങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വി സി എന്ന് പറയുന്നത് നമ്മുടെ കരിയർ ആംപ്ലിറ്റ്യൂഡ് ആണ്, കരിയർ ആംപ്ലിറ്റ്യൂഡ് ആണ്. എഫ് സി എന്ന് പറയുന്നത് കരിയർ ഫ്രീക്വൻസി ആണ്. എഫ് എം എന്ന് പറയുന്നത് മോഡുലേഷൻ സിഗ്നലിന്റെ ഫ്രീക്വൻസി ആണ്. ഇവിടെ സ്മോൾ എം ആയിട്ട് കൊടുത്തിരിക്കുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. മോഡുലേഷൻ ഇൻഡെക്സ് എ എമ്മിന്റെ കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇ എം ബൈ ഇ സി ആണ്. ഇ എം എന്ന് പറയുന്നത് മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ്, മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഇ സി എന്ന് പറയുന്നത് കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ജനറലി എം ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to 1 ആണ്. മോഡുലേഷൻ ഇൻഡെക്സ് റേഞ്ച് ഫ്രം 0 to 1. അപ്പൊ അത് എ എമ്മിന്റെ കേസിലാണത്. എഫ് എമ്മിന്റെ കേസിൽ അത് ഗ്രേറ്റർ ദാൻ 1 വരാം. അപ്പൊ എപ്പോഴും എമ്മിന്റെ വാല്യൂ ബിറ്റ്വീൻ 0 to 1 ആണ്. അത് ഓർത്ത് വെക്കുക. മോഡുലേഷൻ ഇൻഡെക്സ് നമ്മൾ ഇ എം ബൈ ഇ സി ആണ്. ദെൻ മറ്റൊരു റിലേഷൻ ഉണ്ട്, അത് നമ്മൾ അതിന്റെ ഡിഫറൻസ് വെച്ചിട്ട് ഇ മാക്സ് മൈനസ് ഇ മിനിമം ബൈ അങ്ങനെ നമുക്കൊരു റിലേഷൻ വരുന്നുണ്ട്, അത് വരുന്നുണ്ട്. അപ്പൊ മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ 0 to 1 ആണ് എ എം. അതുപോലെ തന്നെ നമ്മൾ എം 1 ആണെങ്കിൽ 100% മോഡുലേഷൻ എന്ന് പറയാറുണ്ട്. അത് നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ തരുന്നത് പറയും 100% മോഡുലേഷൻ എം 1 ആണെങ്കിൽ. ദെൻ എം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ഡിസ്റ്റോർഷൻ ആണ്, അത് ഓവർ മോഡുലേഷൻ ആണ്. അപ്പോൾ ഇതാണ് എമ്മിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എം എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. ഈ റിലേഷനെ ഇതൊരു ഫോം മാത്രമാണ്, ഈ നമ്മൾ മോഡുലേറ്റർ സിഗ്നലിന്റെ ഒരു ഫോം മാത്രമാണ് ഈ കൊടുത്തേക്കുന്നത്. ഇ സി കോസ് 2π എഫ് സി ടി ഇൻറ്റു 1 + എം കോസ് 2π എഫ് എം ടി. ദെൻ ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ബാൻഡ്സിന്റെ ടേംസിലും നമുക്ക് ഇതിനെ എഴുതാം. സോ ഇതാണ് നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സിന് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എ എം വേവിന്റെ ഡിഫറെന്റ് കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ എം 0 ആണെങ്കിൽ മോഡുലേഷൻ ഇല്ല എന്ന് നമുക്ക് പറയാം. അൺമോഡുലേറ്റഡ് കാരിയർ ആണ്. അപ്പോൾ അത് കാരിയർ സിഗ്നൽ ആയിട്ട് തന്നെ കാണാം. ദെൻ മോഡുലേഷൻ ഇൻഡെക്സ് ഒരു 0.5 ആണെങ്കിൽ നമുക്കൊരു എം വേവ് കൂടെ കാണാം. ദെൻ മോഡുലേഷൻ ഇൻഡെക്സ് 1 ആണെങ്കിൽ 100% മോഡുലേഷൻ ആണെങ്കിൽ നമ്മുടെ എം വേവിന്റെ ഷേപ്പ് നോക്കുക. ദെൻ എം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇതാണ് ഓവർ മോഡുലേറ്റഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അവിടെ ഡിസ്റ്റോർഷൻ ഉണ്ടാവും. അപ്പം ഇതാണ് നമ്മുടെ ഡിസ്റ്റോർഷൻ കണ്ടീഷൻ ആണത്. അപ്പം അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു മോഡുലേഷൻ ഇൻഡെക്സിന് മറ്റൊരു ഫോർമുല കൂടെ പറയാം. വി മാക്സ് മൈനസ് വി മിനിമം ബൈ വി മാക്സ് പ്ലസ് വി മിനിമം. അത് ആ എൻവലപ്പിന്റെ നമ്മൾ വരയ്ക്കുന്ന എം വേവിന്റെ ഇതുപോലൊരു വേവ് ആണല്ലോ നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ എം വേവ് എന്ന് പറയുന്നത്. ഇതിനകത്താണ് കാരിയർ സിഗ്നൽ ഇരിക്കുന്നത്. ഇതിന്റെ ഇ മാക്സും ഇ മിനിമവും വെച്ചിട്ട് നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാം. മാക്സിമം വാല്യൂ ആ എൻവലപ്പിന്റെ മാക്സിമം മിനിമം വെച്ചിട്ട് വി മാക്സ് മൈനസ് വി മിനിമം ബൈ വി മാക്സ് പ്ലസ് വി മിനിമം. ഈ റിലേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അങ്ങനെ മോഡുലേഷൻ ഇൻഡെക്സിന്റെ പ്രോബ്ലംസ് ചോദിക്കാം വാല്യൂസ് തന്നിട്ട്. അപ്പോൾ ആ റിലേഷൻ അല്ലെങ്കിൽ ജനറലി നമ്മൾ ഇ എം ബൈ ഇ സി എന്ന് നമ്മൾ പറയും. അപ്പോൾ ഓവർ മോഡുലേഷൻ എന്ന് പറയുന്നത് എം ഗ്രേറ്റർ ദാൻ 1 ആണ്, എം ഈക്വൽ ടു 1.
100% മോഡുലേഷൻ, m equal to 0.5 എന്ന് പറയുന്നത് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ 0.5 ആയിട്ട് 0 to 1 ആണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ ഇത് അതിന്റെ സ്പെക്ട്രം ആണ്. അപ്പൊ ഇത് ഞാൻ ശരിക്കും ഫ്രീക്വൻസി ഡൊമൈനിലാണ് ഈ ഒരു സ്പെക്ട്രം വരച്ചേക്കുന്നത്. അപ്പം ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ അത് ഇങ്ങനെ ഒക്കെ വരച്ചിട്ടുണ്ട്. അതിന്റെ കരിയർ ഫ്രീക്വൻസി ഇത് FC പ്ലസ് FM, ഇത് FC മൈനസ് FM, ഇങ്ങനെ പല രീതിയിൽ സ്പെക്ട്രം ഉണ്ട്. അത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഞാൻ മെസ്സേജ് സിഗ്നലായിട്ട് എടുത്തേക്കുന്നത് അതിന്റെ സ്പെക്ട്രം ആണ് കാണിച്ചിരിക്കുന്നത്. മെസ്സേജ് സിഗ്നലിന്റെ ഒരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നലായിട്ട് നമ്മൾ മെസ്സേജ് സിഗ്നലിനെ കൺസിഡർ ചെയ്തേക്കുവാണ്. അതിന്റെ ഹയസ്റ്റ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് W ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി സാധാരണ FM എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ W ആയിട്ടാണ് എടുത്തേക്കുന്നത്, ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ്. അപ്പൊ നെഗറ്റീവ് ഫ്രീക്വൻസീസ് യൂഷ്വലി കൺസിഡർ ചെയ്യാറില്ല. അപ്പൊ ഇതിന്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് എന്ന് പറയുന്നത് W ആണ്. അപ്പൊ മെസ്സേജ് സിഗ്നൽ ഉണ്ട്, ആ മെസ്സേജ് സിഗ്നലിന്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് FM അല്ലെങ്കിൽ W. നമ്മൾ W എന്ന് പറയുന്ന ലെറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം വരുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്നത്, നമുക്ക് ഒരു മോഡുലേറ്റഡ് സിഗ്നലിന്റെ കരിയർ, നമുക്ക് അവിടെ ഒരു കരിയർ കമ്പോണന്റ് കാണും. ദെൻ രണ്ട് സൈഡ് ബാൻഡ്സ് കാണും. ഇവിടെ കാണാം ഒരു കരിയർ കമ്പോണന്റ് ഉണ്ട്, ദെൻ ഒരു അപ്പർ സൈഡ് ബാൻഡും ഉണ്ട്, ലോവർ സൈഡ് ബാൻഡും ഉണ്ട്. ഇത് തന്നെയാണ് ഇപ്പുറത്തോട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ ഈ ഫ്രീക്വൻസീസ് മാത്രം കൺസിഡർ ചെയ്താണ്. ഈ നെഗറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പൊ ഈ ഫ്രീക്വൻസീസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇതിന്റെ ഒരു റെപ്ലിക്കാനാണ് ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർ ഫ്രീക്വൻസി, അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് FC പ്ലസ് W ആണ്. ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് FC മൈനസ് W ആണ്. അതിന്റെ ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ പഠിച്ചിരുന്നാൽ മതി. അപ്പം ഇവിടെ നമുക്ക് ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2W എന്ന് കിട്ടും. അപ്പൊ ബാൻഡ് വിഡ്ത്ത് ഓഫ് AM എന്ന് പറയുന്നത് 2W ആണ്. 2W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് 2W, വേർ W എന്ന് പറയുന്നത് the highest frequency component of the message signal. അപ്പൊ നമ്മൾ 2FM എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. 2FM അതും ബാൻഡ് വിഡ്ത്ത് ആണ്, ഇതും ബാൻഡ് വിഡ്ത്ത് ആണ്. FM-ന് വരെ ഞാൻ ഇവിടെ W യൂസ് ചെയ്തേക്കുന്നേ ഉള്ളൂ. W എന്ന് പറയുമ്പോൾ മനസ്സിലാണ്, ഇറ്റ് ഈസ് ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. അപ്പം 2 times FM അല്ലെങ്കിൽ 2 times the highest frequency component of message signal, അതാണ് ബാൻഡ് വിഡ്ത്ത് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്പെക്ട്രം വരയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു അപ്പർ സൈഡ് ബാൻഡ് ഉണ്ട്, അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി ഉണ്ട്. അതിന്റെ ഫ്രീക്വൻസി വാല്യൂ എന്ന് പറയുന്നത് FC പ്ലസ് FM ആണ്. then ഒരു കാരിയർ ഉണ്ട്, അതിന്റെ ഫ്രീക്വൻസി FC ആണ്. then ഒരു ലോവർ സൈഡ് ബാൻഡ് ഉണ്ട്, അതിന്റെ ഫ്രീക്വൻസി FC മൈനസ് FM ആണ്. അത് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം. അതിനകത്ത് 3 ബാൻഡ് ഉണ്ട്. കാരണം ഒരു AM-നകത്ത് എത്ര കമ്പോണൻസ് ഉണ്ടെന്ന് ചോദിക്കാം. അതിനകത്ത് 3 കമ്പോണൻസ് ആണ്. ഒരു കാരിയർ കമ്പോണന്റ് ഉണ്ട്, ഒരു സൈഡ് ബാൻഡ് അപ്പർ സൈഡ് ബാൻഡ് ഉണ്ട്, ലോവർ സൈഡ് ബാൻഡ്, അല്ലെങ്കിൽ 2 സൈഡ് ബാൻഡും ഒരു കാരിയർ കമ്പോണന്റും ആണ് ഒരു AM-നകത്ത് ഉള്ളത്. അതിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 times FM അല്ലെങ്കിൽ 2W. W മീൻസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് ഓഫ് മെസ്സേജ് സിഗ്നൽ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ സ്പെക്ട്രം വരുന്നത്. സോ ഇതാണ് മെസ്സേജ് ബാൻഡ് വിഡ്ത്ത്. അപ്പൊ ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 2W എന്നോ അല്ലെങ്കിൽ 2FM എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇതാണ് എന്റെ കൺസെപ്റ്റ്. അപ്പൊ അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി, ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് എടുത്താൽ മതി, നമുക്ക് അത് കിട്ടുന്നതാണ് നമ്മുടെ ബാൻഡ് വിഡ്ത്ത് ഓഫ് AM എന്ന് പറയുന്നത്. ദെൻ ഞാൻ പറഞ്ഞു, നേരത്തെ ഒരു റിലേഷൻ നമ്മൾ പറഞ്ഞു. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു എക്സ്പ്രഷൻ കൂടി കിട്ടും. അത് ഞാനൊന്ന് എഴുതാം. നമുക്ക് മോഡുലേറ്റഡ് വേവിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, അപ്പം ഞാൻ ഇവിടെ VC എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്, VC എന്നോ EC എന്നോ വേണമെങ്കിൽ ഉപയോഗിക്കാം. കോസ് ഒമേഗ CT. ഒമേഗ എന്ന് പറയുന്നത് നമ്മുടെ 2πFC ആണ്. സോ നമ്മുടെ കരിയർ കമ്പോണന്റിന്റെ എക്സ്പ്രഷൻ ഞാൻ ആദ്യം എഴുതി. കരിയർ കമ്പോണന്റ് എന്ന് പറയുന്നത് 2πFCT. സോ ഇത് കരിയർ ആണ്. പ്ലസ് അതിന്റെ കൂടെ MEC/2 അല്ലെങ്കിൽ MVC/2 കോസ് ഒമേഗ C മൈനസ് ഒമേഗ M, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 2π എഴുതുവാണെങ്കിൽ 2π ഇൻറ്റു FC മൈനസ് FM ഇൻറ്റു T. ഇതൊരു കമ്പോണന്റ് ആണ്. ദെൻ അടുത്ത കമ്പോണന്റ് MEC/2. എന്ന് നമുക്കറിയാം മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. അത് കോസ് 2π ഇൻറ്റു FC പ്ലസ് FM ഇൻറ്റു T. അപ്പം ഇതൊരു സിഗ്നല്, ഇതൊരു സിഗ്നല്, ഇതൊരു സിഗ്നൽ, 3 കമ്പോണൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ കാരിയർ.
ഇതിനെ കരിയർ കമ്പോണന്റ് എന്ന് വിളിക്കാൻ കാരണം കരിയറിന്റെ എക്സ്പ്രഷൻ തന്നെയാണ്. എഫ് സി ആണ് അവിടുത്തെ ഫ്രീക്വൻസി. ഇതെന്ന് പറഞ്ഞാൽ സൈഡ് ബാൻഡ് ആണ്, ലോവർ സൈഡ് ബാൻഡ് ആണ്. അവിടുത്തെ ഫ്രീക്വൻസി എഫ് സി മൈനസ് എഫ് എം ആണ്. സെയിം ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ എഫ് സി മൈനസ് എഫ് എം ആണ് അതിന്റെ കരിയർ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലോവർ സൈഡ് ബാൻഡ്. അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് സി പ്ലസ് എഫ് എം, ഇത് യു എസ് പി അപ്പർ സൈഡ് ബാൻഡ്. അങ്ങനെ 3 കമ്പോണൻസ് നമുക്ക് വരുന്നുണ്ട്. സോ ഒരു കരിയർ കമ്പോണന്റ്, ഒരു ലോവർ കമ്പോണന്റ്, സൈഡ് ബാൻഡ് കമ്പോണന്റ്, ദെൻ അപ്പർ സൈഡ് ബാൻഡ് കമ്പോണന്റ്. സോ ഇതിനകത്തു നിന്നാണ് നമ്മൾ ആ ബാൻഡ് വിഡ്ത്തും കാര്യങ്ങളും ഒക്കെ മെഷർ ചെയ്യുന്നത്. സോ ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ എയിമിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് തന്നെയാണ് ഡീമോഡുലേഷൻ എളുപ്പമാണ്, വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന എയിം ഡീമോഡുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു എൻവലപ്പ് ഡിറ്റക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. വേറെ ഡീമോഡുലേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡീമോഡുലേഷൻ മെത്തേഡ് ആണ് എയിമിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി കുറവാണ്, ലോ കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് റിക്വയർസ് ലോ കരിയർ ഫ്രീക്വൻസി. ഇതിൽ ആദ്യത്തെ പറഞ്ഞൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സിമ്പിൾ ട്രാൻസ്മിറ്റർ റിസീവർ. അപ്പൊ എം എഫ് എം കൂടെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് ക്ലിയർ ആവും. കാരണം നമ്മൾ എഫ് എമ്മിനകത്ത് യൂസ് ചെയ്യുന്ന റിസീവർ ഒക്കെ കുറച്ച് കോംപ്ലക്സ് ആണ്. സോ അതൊക്കെയാണ് അതിന്റെ എഫ് എമ്മിന്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പം എഫ് എം ആയിട്ട് പഠിക്കുക, എഫ് എമ്മിന് കൂടുതലും അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. ഇപ്പൊ എഫ് എമ്മിന്റെ ഡിസഡ്വാൻറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ എമ്മിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഡീമോഡുലേഷൻ തന്നെയാണ്. ഡീമോഡുലേഷൻ ഈസ് സിമ്പിൾ. ഫസ്റ്റ് പോയിന്റ് തന്നെ ഓർത്ത് വെക്കുക. ബാക്കി എം എഫ് എം കമ്പാരിസനകത്ത് പഠിക്കുന്നതാണ്. ഡിസഡ്വാൻറ്റേജ് പവർ വേസ്റ്റേജ്, അതുപോലെ തന്നെ എം നീഡ്സ് ലോങ്ങർ ബാൻഡ് വിഡ്ത്ത്, ഇറ്റ് ഈസ് അഫക്റ്റഡ് ഡ്യൂസ് നോയ്സ്. അതും നമ്മൾ എം എഫ് എം കമ്പാരിസണിൽ പഠിക്കുന്നതാണ്. അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുള്ളൂ. നമ്മൾ ആപ്ലിക്കേഷൻ അറിയാം, ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻസിലാണ് നമ്മൾ എം കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് എം റേഡിയോ അല്ലെ, എഫ് എം റേഡിയോസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന് അവിടെയാണ് നമുക്ക് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ കൂടുതലായിട്ടും വരുന്നത്. ദെൻ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് സെഷനാണ്, അതായത് നമ്മുടെ പവർ റിലേഷൻ. അപ്പൊ ഇതിന്റെ പ്രോബ്ലംസ് കഴിഞ്ഞ സെഷനിലൊന്നും ചോദിച്ചിട്ടില്ല, എങ്കിലും ചോദിക്കാവുന്നതാണ് ഇതിൽ നിന്ന് സൈഡ് ബാൻഡ് പവറും ടോട്ടൽ പവറും കരിയർ പവറും ഒക്കെ കണ്ടുപിടിക്കാൻ. അതായത് നമ്മുടെ ടോട്ടൽ പവറിന്റെ എക്സ്പ്രഷൻ ഒരു എമ്മിന്റെ നമ്മളിപ്പോ പറഞ്ഞു 3 കമ്പോണൻസ് ഉണ്ട്. അതിന്റെ കമ്പോണന്റ് പവർ വെച്ചിട്ട് നമുക്ക് ടോട്ടൽ പവറിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം: പി സി ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ ബൈ 2. എം എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. അപ്പൊ ശരിക്കും ഇത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് പി സി പ്ലസ്, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് പഠിക്കുക. കാരണം ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ അതിന്റെ ഒരു ഫുൾ കൺസെപ്റ്റ് മനസ്സിലാവത്തില്ല. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് പി സി വരും. പിന്നൊരു ടേം എന്ന് പറയുന്നത് പി സി ഇൻറ്റു എം സ്ക്വയർ ബൈ 2 ആണ്. അപ്പൊ പി സി എന്ന് പറയുന്നത് നമുക്കറിയാം കരിയർ പവർ ആണ്. പക്ഷെ പി സി ഇൻറ്റു എം സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് വീണ്ടും ഒരു കമ്പോണന്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെ ഒന്നുകൂടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. പി സി പ്ലസ് പി സി ഇൻറ്റു എം സ്ക്വയർ ബൈ 4 പ്ലസ് പി സി ഇൻറ്റു എം സ്ക്വയർ ബൈ 4. ആ ഒരു ഹാഫിനെ ഞാൻ 1/4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പം ഇത് ഇപ്പൊ നമ്മൾ എമ്മിന്റെ എക്സ്പ്രഷൻ, ടോട്ടൽ പവറിന്റെ എക്സ്പ്രഷൻ സെയിം ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇത് ശരിക്കും കരിയർ ആണ്, കരിയറിന്റെ പവർ. ഇത് ഒരു ലോവർ സൈഡ് ബാൻഡിന്റെ പവർ, ഇതൊരു അപ്പർ സൈഡ് ബാൻഡിന്റെ പവർ. അപ്പൊ നമ്മൾ പവർ ഓഫ് സൈഡ് ബാൻഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ബാൻഡിന്റെ പവർ ഇതാണ്. അപ്പർ സൈഡ് ബാൻഡിന്റെ മാത്രം ചോദിക്കുവാണെങ്കിൽ പി സി ഇൻറ്റു എം സ്ക്വയർ ബൈ 4 ആണ്. അല്ലെങ്കിൽ ലോവർ സൈഡ് ബാൻഡിന്റെ മാത്രം പവർ ചോദിക്കുവാണെങ്കിൽ പി സി ഇൻറ്റു എം സ്ക്വയർ ബൈ 4 ആണ്. അപ്പൊ ഒരു സിംഗിൾ സൈഡ് ബാൻഡിന്റെ മാത്രം ചോദിക്കുവാണെങ്കിൽ ബൈ 4 വെച്ചിട്ടാണ് പി സി ഇൻറ്റു എം സ്ക്വയർ ബൈ 4 ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ടോട്ടൽ പവറിന്റെ എക്സ്പ്രഷൻ കരിയർ പവർ പി സി ആണെന്ന് പറഞ്ഞു. അത് ശരിക്കും കണ്ടുപിടിക്കുന്നത് വി സ്ക്വയർ ബൈ 2R ആണ്. ഒരു R എന്ന് പറയുന്നത് ഒരു ലോഡ് റെസിസ്റ്റൻസ് കണക്റ്റഡ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കരിയർ പവർ കണ്ടുപിടിക്കാം. അതിലിപ്പം പ്രോബ്ലത്തിൽ ആറിന്റെ വാല്യൂ തന്നിരിക്കും. കരിയർ പവർ ചോദിക്കുവാണെങ്കിൽ ആ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് ചോദിക്കുവാണെങ്കിൽ മിക്കവാറും ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ല ചോദിക്കുന്നത്. ടോട്ടൽ പവറോ അല്ലെങ്കിൽ സൈഡ് ബാൻഡ് പവറോ ഒക്കെ മെഷർ ചെയ്യാനാണ്, അതല്ലെങ്കിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ മോഡുലേഷൻ ഇൻഡെക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇ എം ബൈ ഇ സി അല്ലെങ്കിൽ ഡി എം ബൈ ഇ സി ആണ്. 0 to 1 ആണ് റേഞ്ച്. ദെൻ സൈഡ് ബാൻഡ് പവർ, സൈഡ് ബാൻഡ് പവർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോവറും അപ്പറും വരും. രണ്ടിന്റെ സം ആണ് എം സ്ക്വയർ ബൈ 2 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ പവർ റിലേഷൻസ് ആണ്. ഇനി നമ്മൾ എ എമ്മിനെ തന്നെ അതിന്റെ കരിയറിനെ സപ്രസ് ചെയ്യുന്നു, സൈഡ് ബാൻഡിനെ സപ്രസ് ചെയ്യുന്നു, എസ് എസ് ബി, ഡി എസ് ബി എസ് സി, ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും പഠിക്കുന്നുണ്ട്. അതിന്റെ എഫിഷ്യൻസി എത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ പവർ എത്രയാണ്, അതിന്റെ ടോട്ടൽ പവർ, അതിന്റെ സൈഡ് ബാൻഡ് പവർ എത്രയാണ്,
ഇങ്ങനെയൊക്കെ അതിന്റെ ബാൻഡ് വിഡ്ത്ത് എത്രയാണ്, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ AM കൂടാതെ പഠിക്കുന്നുണ്ട്. AM എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു അതിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. ഇപ്പൊ DSP, SB, SSB ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത് സൈഡ് ബാൻഡ് പവർ ബൈ ടോട്ടൽ പവർ ആണ്. അപ്പൊ നമ്മൾ ഓരോന്നിന്റെയും സൈഡ് ബാൻഡ് പവർ ഒക്കെ പഠിച്ചു, ടോട്ടൽ പവറും പഠിച്ചു, അതിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എഫിഷ്യൻസി കിട്ടും. അപ്പൊ എഫിഷ്യൻസി ഈ ഫോർമുല പഠിച്ചു വെക്കുന്നത് കുറച്ചും നല്ലതായിരിക്കും, കാരണം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. m² / 2 + m² × 100 ചെയ്താൽ മതി, പെർസെന്റേജിൽ കിട്ടും. അപ്പൊ ശരിക്കും അതെന്താണ്, പവർ സൈഡ് ബാൻഡ് ബൈ ടോട്ടൽ പവർ ആണ്. അപ്പൊ AM-ന്റെ കേസിൽ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അത് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. ടോട്ടൽ പവറും അറിയാം, സൈഡ് ബാൻഡ് പവറും ഒക്കെ അറിയാം. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം ഇക്വേഷൻ കിട്ടും. അപ്പം പെട്ടെന്ന് പഠിച്ചു വെക്കുവാണെങ്കിൽ എളുപ്പം ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു എഫിഷ്യൻസിയുടെ റിലേഷൻ കൂടി ഒന്ന് പഠിക്കുക. M ഒക്കെ തന്നിട്ട് ഇത്ര പെർസെന്റേജ് മോഡുലേഷൻ ആണെങ്കിൽ എത്രയാണ് എഫിഷ്യൻസി അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കണം. 100% മോഡുലേഷനിൽ എത്രയാണ് എഫിഷ്യൻസി, 100% മോഡുലേഷൻ എന്ന് പറയുമ്പോൾ M1 ഇട്ട് കൊടുക്കുക. അപ്പൊ 1/2 × 1, 2 + 1, അതായത് 1/3 × 100. സോ അങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാവുന്നതാണ്. ദെൻ AM മോഡുലേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ശരിക്കും മോഡുലേഷൻസ് നമുക്ക് ലോ ലെവൽ ഉണ്ട്, ഹൈ ലെവൽ മോഡുലേഷൻ ഉണ്ട്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ലോ ലെവൽ മോഡുലേഷനകത്ത് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഇതാണ്. Here, the RF crystal oscillator is most stable mechanical device suitable to generate carrier frequency. Then modulation, ഈ ഒരു പോയിന്റ് ആണ് ഞാൻ അറിഞ്ഞിരിക്കേണ്ടത്. മോഡുലേഷൻ ടേക്സ് പ്ലേസ്, മോഡുലേഷൻ ഇവിടെ നടക്കുന്നത് അറ്റ് ലോ പവർ ലെവൽ ആണ്. ദെൻ ലീനിയർ ആംപ്ലിഫിക്കേഷൻ. അപ്പൊ ആദ്യം മോഡുലേഷൻ നടക്കും ലോ പവർ ലെവലിൽ, ദെൻ അതിനുശേഷം ഒരു ലീനിയർ ആംപ്ലിഫിക്കേഷൻ നടക്കും. ഇതാണ് ലോ ലെവൽ മോഡുലേഷൻ എന്ന് പറയുന്നത്. അവിടെ ലീനിയർ ആംപ്ലിഫയേഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് എ ബി, ക്ലാസ് ബി പുഷ് പുൾ ടൈപ്പ് ആംപ്ലിഫയേഴ്സ് ആണ്. ദെൻ അതുപോലെ ഓവറോൾ എഫിഷ്യൻസി ഈസ് മച്ച് ലോവർ കമ്പയർഡ് ടു ഹൈ ലെവൽ മോഡുലേഷൻ. അപ്പം ഈ രണ്ട് പോയിന്റ്സും ഒന്ന് നോട്ട് ചെയ്യുക. അതിനകത്ത് ഉപയോഗിക്കുന്ന ആംപ്ലിഫയേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മോഡുലേഷൻ നടക്കുന്നത് ലോ പവർ ലെവലാണ്, അതിനുശേഷം ആംപ്ലിഫിക്കേഷൻ നടക്കും. ദെൻ ഹൈ ലെവൽ മോഡുലേഷൻ ആണെങ്കിൽ മോഡുലേഷൻ നടക്കുന്നത് ഹൈ പവർ ലെവലാണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് ക്ലാസ് സി പവർ ആംപ്ലിഫയേഴ്സ് ആണ്. അതായത് കാരിയർ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് പിന്നെ മോഡുലേറ്റ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ അങ്ങനെയല്ല, ലോ പവർ ലെവലില് ആണ് മോഡുലേഷൻ നടക്കുന്നത്, അതിനുശേഷമാണ് ആംപ്ലിഫിക്കേഷൻ. ഇവിടെ ആംപ്ലിഫൈ ചെയ്തതിന് ശേഷമാണ് മോഡുലേഷൻ നടക്കുന്നത്. അതാണ് ഹൈ ലെവൽ മോഡുലേഷനും ലോ ലെവൽ മോഡുലേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ AM ജനറേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിയണം. AM നമ്മൾ പറഞ്ഞു, AM ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ AM-ന് ജനറേഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണം എന്താണ്, സ്ക്വയർ ലോ മോഡുലേറ്റർ ആണ്. അപ്പൊ ഇവിടെ സ്ക്വയർ ലോ ഡിവൈസസ് അല്ലെങ്കിൽ സ്ക്വയർ ലോ മോഡുലേഷൻസ് ചെയ്യാൻ നമ്മൾ ആ സ്ക്വയർ ലോ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഡിവൈസസ്, അതായത് ഡയോഡ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മെസ്സേജ് സിഗ്നൽ ഉണ്ട്, കാരിയർ സിഗ്നൽ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മളൊരു സ്ക്വയർ ലോ ഡിവൈസ്, അത് ഡയോഡാണ്, അത് അതുപോലെ തന്നെ ഒരു ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്ററും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡുലേഷൻ ചെയ്യുന്നത്. ഇപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ബ്ലോക്ക് ഡയഗ്രമാണ്. അപ്പം ഏതൊക്കെ മെത്തേഡ്സ് ആണ് AM ജനറേഷൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ AM ഡിറ്റക്ഷൻ ഉപയോഗിക്കുന്നത്, അതൊക്കെ പേരുകളൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇതൊരു സ്ക്വയർ ലോ മോഡുലേറ്റർ ആണ്, നോൺ ലീനിയർ ഡിവൈസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് സ്ക്വയർ ലോ ഡിവൈസ് എന്ന് പറയുന്നത്. ഡയോഡ്സ് ഒക്കെ ഒരു നോൺ ലീനിയർ ഡിവൈസ് ആണ്. അപ്പോൾ ഡയോഡ് ഒരു എക്സാമ്പിൾ ആണ്, യൂസ് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട് ആണ്. അപ്പം ഇതാണ് നമ്മുടെ സ്ക്വയർ ലോ മോഡുലേറ്ററിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം. അതിനകത്ത് ട്യൂൺഡ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ടൈപ്പ് ഓഫ് AM ജനറേഷൻ എന്ന് പറയുന്നത് സ്വിച്ചിങ് മോഡുലേറ്റർ ഉപയോഗിക്കാം. അപ്പോൾ നേരത്തെ നോൺ ലീനിയർ ഡിവൈസ് ഉപയോഗിക്കുന്ന പോലെ സ്വിച്ചിങ് ഡയോഡ്സ് ഉപയോഗിച്ചിട്ടും നമുക്ക് AM-നെ ജനറേറ്റ് ചെയ്യാം. ഇത് ഒരു മെത്തേഡാണ്, AM ജനറേഷൻ മെത്തേഡാണ്. സോ സ്വിച്ചിങ് മോഡുലേറ്റർ is similar to a square law modulator. Only difference എന്താണ്, in a square law modulator the diode is operated in non-linear mode, but in switching modulator diode has to operate as an ideal switch. ഇതാണ് ഇപ്പൊ രണ്ടിന്റെയും ഏകദേശം ഒരു സ്ട്രക്ചർ. ഇവിടെ സ്വിച്ചിങ് ഡയോഡും മറ്റേടത്ത് നോൺ ലീനിയർ ഡയോഡും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് നോൺ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ ഇവിടെ ഇതിന് എന്താണ്, ഒരു ഐഡിയൽ സ്വിച്ച് ആയിട്ടാണ് നമ്മൾ ഡയോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് AM ജനറേഷൻ ഒരു രണ്ട് രീതിയിൽ നമ്മൾ പറഞ്ഞു. ഒരു സ്ക്വയർ ലോ മോഡുലേഷനും ഒരു സ്വിച്ചിങ് മോഡുലേറ്ററും യൂസ് ചെയ്തിട്ട് നമുക്ക് AM ജനറേറ്റ് ചെയ്യാം. ദെൻ നമ്മൾ AM-ന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞത്
എളുപ്പം ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അപ്പോൾ എം ഡിറ്റക്ഷൻ മെത്തേഡിൽ നമ്മൾ പഠിക്കുന്ന ഒരെണ്ണമാണ് എൻവലപ്പ് ഡിറ്റക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡയോഡ് ഡിറ്റക്ടർ എന്നോ അല്ലെങ്കിൽ പീക്ക് ഡിറ്റക്ടേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഡിമോഡുലേഷൻ ഓഫ് എം അതിനകത്ത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എൻവലപ്പ് ഡിറ്റക്ഷൻ ആണ്, അല്ലെങ്കിൽ ഡയോഡ് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ പീക്ക് ഡിറ്റക്ഷൻ എന്നൊക്കെ പറയും. അതായത് നമ്മുടെ റിസീവർ സൈഡിലാണ് ഈ ഡിറ്റക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഡിമോഡുലേഷൻ നടക്കുന്നത് റിസീവർ സൈഡിലാണ്. അപ്പൊ നമ്മുടെ ഇവിടെ അതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് വിട്ട എം വേവ് ആണ്. എം വേവിന്റെ ഷേപ്പ് ഒക്കെ നമുക്കറിയാം. ഈ ഒരു എന്താണ് ആ എൻവലപ്പ് ഷേപ്പിലുള്ള ഒരു വേവ് ആണ്. ഇതിനകത്ത് നമ്മൾ മെസ്സേജ് സിഗ്നലിനെ റിക്കവർ ചെയ്തെടുക്കണം. അതാണ് ഡിമോഡുലേഷൻ സൈഡിൽ നടക്കുന്നത്. നമ്മുടെ എം വേവിൽ നിന്നും നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിനെ ഡിമോഡുലേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ റിക്കവർ ചെയ്തെടുക്കുക. ആ പ്രോസസ്സാണ് നമ്മുടെ റിസീവർ സൈഡിൽ നടക്കുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ഡിമോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡിമോഡുലേറ്റഡ് ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ ആയിരിക്കും. അപ്പൊ നമ്മൾ എൻവലപ്പ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുകൊണ്ടാണ് എമ്മിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ പറയുന്നത് എം ഡിറ്റക്ഷൻ വളരെ എളുപ്പമാണ്. എൻവലപ്പ് ഡിറ്റക്ഷൻ, ഡയോഡ് ഡിറ്റക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അതായത് ദ പ്രോപ്പർ ചോയ്സ് ഓഫ് ആൻ എൻവലപ്പ് ഡിറ്റക്ടർ. അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ആ ഒരു കമ്പോണന്റിന്റെ ആറും സിയുടെ ഒക്കെ ഒരു എൻവലപ്പ് ഡിറ്റക്ഷൻ യൂസ് ചെയ്യുന്നതിന്റെ കണ്ടീഷൻ ഇതാണ്. കണ്ടീഷൻ ഇങ്ങനെയാണ് എഴുതുന്നത്: 1/fc ലെസ് ദാൻ RC ലെസ് ദാൻ 1/fm. അതേസമയം നമ്മുടെ RCയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1/fm ആണെങ്കിൽ, എപ്പോഴും അത് 1/fcക്കും 1/fm ഇടയ്ക്കായിരിക്കണം RCയുടെ വാല്യൂ. RC വാല്യൂ എന്ന് പറയുന്നത് ഈ റേഞ്ചിൽ വരുന്ന വാല്യൂ ആയിരിക്കണം. അപ്പം RCയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1/fm ആണെങ്കിൽ അതിനകത്ത് ഡയഗണൽ ക്ലിപ്പിംഗ് ഒക്കർ ചെയ്യും. അപ്പൊ അതുകൂടെ നമ്മൾ ആ എൻവലപ്പ് ഡിറ്റക്ഷൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ എൻവലപ്പ് ഡിറ്റക്ടർ ഈസ് സിംപ്ലി ആൻഡ് ഹൈലി എഫക്റ്റീവ് ഡിവൈസ് suited for demodulation of an AM signal m less than. അപ്പൊ ശരിക്കും ഒരു അണ്ടർ മോഡുലേറ്റഡ് കേസിൽ അല്ലെങ്കിൽ ലെസ് ദാൻ 1-ല് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡുലേഷൻ ഇൻഡെക്സ് ലെസ് ദാൻ 1 റേഞ്ചിൽ വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന നോർമലി എമ്മിന്റെ വാല്യൂ ഞാൻ പറഞ്ഞു ഓൾറെഡി 0 to 1-ൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന ഒരു ഡിറ്റക്ഷൻ മെത്തേഡ് ആണ് എൻവലപ്പ് ഡിറ്റക്ഷൻ. സോ നമ്മൾ ഡിസ്റ്റോർഷൻ, ഇതിനകത്ത് ഒക്കർ ചെയ്യുന്ന ഡിസ്റ്റോർഷൻ ഞാൻ ഇപ്പൊ പറഞ്ഞു. ഒന്ന് ഡയഗണൽ ക്ലിപ്പിംഗ്, പിന്നെ ഒരു നെഗറ്റീവ് ക്ലിപ്പിംഗ് ഇതിനകത്ത് ഒക്കർ ചെയ്യും. അപ്പൊ ആ പേരുകളൊക്കെ ഒന്ന് പഠിക്കുക. അപ്പൊ ഡയഗണൽ ക്ലിപ്പിംഗ് ഒക്കർ ചെയ്യുന്നതിന്റെ കണ്ടീഷൻ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഒരു പ്രോപ്പർ ചോയ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും RCയുടെ വാല്യൂ ഷുഡ് ബി ബിറ്റ്വീൻ 1/fc ആൻഡ് 1/fm. FC എന്ന് പറയുന്നത് കാരിയർ ഫ്രീക്വൻസിയുടെ സിഗ്നലും FM എന്ന് പറയുന്നത് മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസിയാണ്. അപ്പൊ ഇതിന് ആ ഒരു റേഞ്ചിലായിരിക്കണം നമ്മുടെ RC എന്ന് പറയുന്നത്. ഇപ്പം RCയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1/fm ആണെങ്കിൽ അവിടെ ഡയഗണൽ ക്ലിപ്പിംഗ് ഒക്കർ ചെയ്യും. അതൊരു ഡിസ്റ്റോർഷൻ ആണ് എൻവലപ്പ് ഡിറ്റക്ഷനിൽ. സോ ഡയഗണൽ ക്ലിപ്പിംഗും അതുപോലെ തന്നെ നെഗറ്റീവ് പീക്ക് ക്ലിപ്പിംഗ്. സോ ഡയഗണൽ ക്ലിപ്പിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിസ്റ്റോർഷൻ occurs when the time constant of RC is too large. നെഗറ്റീവ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത് അതും ഒരു ഡിസ്റ്റോർഷൻ ആണ്. It is due to the fact that the modulation index of output side of the detector is higher than the input side. അതാണ് അതിന്റെ കണ്ടീഷൻ. സോ ആ രണ്ട് ടൈപ്പ് ഓഫ് ഡിസ്റ്റോർഷൻ നമുക്ക് എൻവലപ്പ് ഡിറ്റക്ടറിൽ ഒക്കർ ചെയ്യാം. ദെൻ അടുത്ത ഒരു എൻവലപ്പ് ഡിറ്റക്ഷൻ പോലെയുള്ള മറ്റൊരു ഡിറ്റക്ഷൻ മെത്തേഡ് ആണ് സിൻക്രണസ് ഡിറ്റക്ഷൻ, അല്ലെങ്കിൽ അതിനെ കോഹറന്റ് ഡിറ്റക്ഷൻ എന്ന് പറയാം. സിൻക്രണസ് ഡിറ്റക്ഷൻ അതല്ലെങ്കിൽ കോഹറന്റ് ഡിറ്റക്ഷൻ. അപ്പം ഈ രണ്ട് മെത്തേഡ്സ് ആണ് നമുക്കുള്ളത് AM ഡിറ്റക്ഷൻ മെത്തേഡ്സ് ആയിട്ട് പറയുന്നത്. സിൻക്രണസ് ഡിറ്റക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ എൻവലപ്പ് ഡിറ്റക്ഷൻ ഉണ്ട്. അപ്പൊ സിൻക്രണസ് ഡിറ്റക്ഷനിൽ എന്താണ്? ഇറ്റ് യൂസസ് എ സെപ്പറേറ്റ് കാരിയർ അറ്റ് റിസീവർ whose phase and frequency should be same as that of the transmitted carrier. അപ്പൊ നമ്മൾ മോഡുലേഷൻ സമയത്ത് ഉപയോഗിക്കുന്ന സെയിം കാരിയർ സിഗ്നൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിമോഡുലേഷൻ ചെയ്യണം. അപ്പം ഇറ്റ് യൂസസ് എ സെപ്പറേറ്റ് കാരിയർ അറ്റ് റിസീവർ whose phase and frequency should be same as that of transmitted carrier. അതായത് നമ്മൾ റിസീവർ സൈഡിൽ യൂസ് ചെയ്യുന്ന ആ ഒരു കാരിയറിന്റെ ഫ്രീക്വൻസിയും ഫേസും എന്തായിരിക്കണം? ട്രാൻസ്മിറ്റർ സൈഡിൽ യൂസ് ചെയ്ത കാരിയറിന്റെ അതായിരിക്കണം, സെയിം ആയിരിക്കണം. അത് സിൻക്രണസ് എന്നുള്ള മീനിങ് ഇതാണ്. സോ അതിനെ നമ്മൾ കോഹറന്റ് ഡിറ്റക്ഷൻ എന്ന് പറയും. ഇത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡിറ്റക്ഷൻ മെത്തേഡ് ആണ്. അപ്പൊ അതിന്റെ ബ്ലോക്ക് ഡയഗ്രം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. AM വേവ്, ഒരു മൾട്ടിപ്ലയർ ഉണ്ട്, അവിടെ ലോക്കൽ ഓസിലേറ്റർ, ഇത് ലോക്കൽ ഓസിലേറ്റർ ആണ്. ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി വെച്ചിട്ട് ഒരു ഫിൽറ്ററും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡുലേറ്റീവ് സിഗ്നലിനെ ഡീമോഡുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ലോക്കൽ ഓസിലേറ്റർ
ഓസിലേറ്റർ അതാണ് യെല്ലോ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ഓസിലേറ്റർ. അപ്പം ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ, സിങ്ക്രണസ് ഡിറ്റക്ഷൻ. അതുകൂടാതെ നമ്മൾ റെക്ടിഫയർ ഡിറ്റക്ടർ എന്ന് പറയുന്ന ഒരെണ്ണം കൂടെ യൂസ് ചെയ്യാറുണ്ട്. അത് ഒരു AM ഡീമോഡുലേറ്റേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇനി FM ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് പേരുകളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാധനങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ AM ഡിറ്റക്ഷൻ മെത്തേഡ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ FM ജനറേഷൻ മെത്തേഡ്സ്, അല്ലെങ്കിൽ FM ഡീമോഡുലേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ഈ ഓപ്ഷനിൽ നമുക്ക് ഈ പേരുകളെല്ലാം വരും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാത്ത രീതിയിൽ അത് പഠിച്ചു വെക്കണം ഓരോന്നും. അങ്ങനെയൊക്കെയാണ് അത് ചോദിക്കുന്നത്. which of the following is an FM ജനറേഷൻ മെത്തേഡ് അല്ലെങ്കിൽ FM ഡീമോഡുലേഷൻ മെത്തേഡ്സ് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം എല്ലാത്തിന്റെയും പേരുകൾ ഇപ്പൊ A മാത്രം പഠിക്കുമ്പോൾ അത് ഓർത്തിരിക്കാൻ പറ്റും, FM കൂടെ വരുമ്പോൾ അത് കമ്പയർ ചെയ്ത് പഠിക്കണം. അത് ഓരോന്നും എന്തിന്റെ ആണെന്നുള്ളത് ക്ലിയർ ആക്കി തന്നെ പഠിക്കണം. അപ്പോൾ AM ഡീമോഡുലേഷൻ മെത്തേഡ് ആണ് നമ്മൾ പറഞ്ഞ എൻവലപ്പ് ഡിറ്റക്ഷൻ. അതേപോലെ തന്നെ ഈ റെക്ടിഫയർ ഡിറ്റക്ടറും സിങ്ക്രണസ് ഡിറ്റക്ടറും എല്ലാം AM ഡീമോഡുലേഷൻ മെത്തേഡ്സ് ആണ്. ഓക്കെ, താങ്ക് യു.